അപ്പോൾ ഏറ്റവും നല്ല ഞാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇവിടെ വന്നു. വിവേകാനന്ദ പാറ, തിരുവള്ളൂരിൻ്റെ പ്രതിമ, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ എല്ലാം കണ്ടു. പിന്നെ ഇതിപ്പോൾ വ്യൂ പോയിൻറ്റ്, പിന്നെ കന്യാകുമാരി ബീച്ച് ഉള്ള മെയിൻ ബീച്ചും സബ് ബീച്ചും എല്ലാം പോയി. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് വ്യൂ പോയിൻറ്റിലാണ് വന്ന് നിൽക്കുന്നത്. വ്യൂ പോയിൻറ്റിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അസാധ്യമായ കാറ്റാണ്. ഈ തൊപ്പി വരെ തെറിപ്പിക്കുന്ന കാറ്റാണ്. എന്നാൽ പോലും തൊപ്പി ഇങ്ങനെ ഞാൻ ഫിറ്റ് ചെയ്ത് വെച്ചേക്കണം. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം വെയിലുള്ള സമയമാണ്. ഈ വെയിലും കൂടെ മാറിയിട്ടുള്ള സമയത്താണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നല്ലൊരു അനുഭൂതിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ നല്ല കടലൊക്കെ തിരമാലയൊക്കെ അടിച്ച് നല്ല പാൽ പരുവത്തിലുള്ള തിരമാലകളൊക്കെ നമുക്ക് ഈ മേളിൽ ഇരുന്നുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബോട്ട്, പായ്ക്കപ്പൽ എല്ലാം നമുക്ക് ഈ ഒരു നല്ല ഏരിയ മൊത്തം നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. വന്നാൽ ഈ വ്യൂ പോയിൻറ്റിൽ വന്ന് നിങ്ങളെല്ലാം കണ്ടേച്ചേ പോകാവുള്ളൂ. വളരെ നല്ല ഒരു രസമുള്ള ഒരു ഏരിയയാണ്. ഹലോ ഗൈസ്, ഇപ്പോൾ കണ്ടോ കന്യാകുമാരിയുടെ സൗന്ദര്യം നമുക്ക് ഈ വ്യൂ പോയിൻറ്റിലിരുന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. വളരെ നീല നിറത്തിലുള്ള കന്യാകുമാരി ഇങ്ങനെ പരന്ന് കിടക്കുന്ന പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തിരമാലകൾ, അസാധ്യ തിരമാലയാണ്. ഈ തിരമാല കല്ലേലടിച്ച് നല്ല തണുത്ത കാറ്റ്, അതുപോലെ തന്നെ ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല കാറ്റാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മൾ ടയേർഡാവും. പക്ഷേ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഒരു 3 മണി 4 മണി സമയത്ത്, 4 മണിയാണ് കറക്റ്റ്, ആ സമയത്താകുമ്പോൾ വെയിൽ കുറച്ച് കുറയും. 5 മണിയൊക്കെ ആയാൽ നല്ല സുഖമാണ്. ആ സമയത്ത് നമ്മൾ വന്ന് നിൽക്കുകയാണെങ്കിൽ നല്ല രസമാണ്. നല്ലൊരു കാറ്റും, അതുപോലെ തന്നെ നമുക്ക് വേണേ പാട്ടൊക്കെ പാടുന്നവർക്ക് വന്ന് നിന്ന് നന്നായിട്ട് പാട്ടൊക്കെ പാടാൻ പറ്റുന്ന ഒരു നല്ലൊരു സിറ്റുവേഷനാണ്. നല്ല സിറ്റുവേഷനാണ്. വളരെയധികം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതുപോലുള്ള സ്ഥലങ്ങൾ നമുക്ക് മാക്സിമം നമ്മൾ ആസ്വദിക്കുക തന്നെ ചെയ്യണം. അതായത് കടൽ, നാച്ചുറലായിട്ടുള്ള കടൽ, അതിൻ്റെ തിരമാലകൾ, അവിടെ നിന്നുള്ള കാറ്റ്, അതൊക്കെ നമുക്ക് വളരെയധികം സുഖവും അനുഭൂതിയും മനസ്സിന് ഉല്ലാസവുമൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹൈറ്റുണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു റൗണ്ടായിട്ട് മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിലേ വേണം നമ്മൾ കയറി ഈ വ്യൂ പോയിൻറ്റിലെത്താൻ.